ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ. ഒരു മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പ് ഓണാക്കി പാൻ അതിന്മേ വെക്കാമേ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാമേ. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക്, പച്ചമുളക് ചോപ്പ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കി എടുക്കാമേ. ആ വഴന്നു വന്ന ജിഞ്ചർ ഗാർലിക്കിനകത്തോട്ട് നമ്മൾ ഒരു 2 സവാള സ്മോളായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ സവാളയ്ക്കകത്തോട്ട് ഇടാൻ പോവുകയാണേ. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാമേ. നമ്മൾ അതിനകത്തോട്ട് സവാളയെല്ലാം പകുതി വഴന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, മട്ടൻ കറി ഉണ്ടാക്കാൻ നേരത്ത് സവാളയെക്കാട്ടിൽ കൂടുതൽ കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത്. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. മസാലകൾ ചേർക്കാനായി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ബീഫ് മസാലയും ഗരം മസാലയും, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നമ്മുടെ സവാളയിലോട്ട് ഇടാൻ പോവുകയാണ്. ഇങ്ങനെ അതെല്ലാം നമ്മുടെ സവാളയിലിട്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ കൈ തോരാതെ ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചും മുളക് പൊടിയുടെ എരിവനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുരുമുളകാണ് മട്ടൻ കറിക്ക് എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 തക്കാളിക്ക് അരിഞ്ഞത് ഇടാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ തക്കാളിക്ക് ഇതിലേക്ക് ഇടുകയാണ്. തക്കാളി എളുപ്പം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മളതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കുകയാണ്. ലിഡ് വെച്ച് കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഇപ്പം വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ഒരു 1.5 കിലോ മട്ടനുണ്ട്. അത് ഞാൻ കഴുകി അതിനകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണേ. അത് നമ്മുടെ പാനിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാലയുമായിട്ട് യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാരിനേറ്റ് ചെയ്തത് കുക്കറിൽ വെച്ച് വിസിലടിച്ച് ഇതിനകത്തോട്ട് ഇടാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇതിനകത്ത് തന്നെ ഈ മസാലയ്ക്കകത്തിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മട്ടനകത്തോട്ട് നന്നായിട്ട് എരിയും ഉപ്പും എല്ലാം പിടിക്കും. അതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കുകയില്ല. മട്ടൻ്റെ വെള്ളം തന്നെ ഇതിനകത്തുനിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ലായിരുന്നു. നോക്കുക, മട്ടണിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി അത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ അടച്ചു വെക്കുവാണേ. മാക്സിമം ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുവാണേ. വെള്ളം ഒഴിക്കും. ഇത് കഴിയുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക. ഞാൻ അതിലോട്ട് ഒരു 2 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് അല്ലെങ്കിൽ ലെമൺ ഒഴിക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. മട്ടൻ ഇച്ചിരി സോഫ്റ്റ് ആകാനും ആ മട്ടൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഇല്ലേ, അതൊന്ന് കുറയ്ക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആ മട്ടന് കുറച്ചുപോലും വെള്ളം ഒഴിച്ചില്ല. പക്ഷേ ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ഗ്ലാസ് തിളപ്പിച്ചരച്ച വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കണേ. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഞാൻ എൻ്റെ തീ കൂട്ടി കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ച് പറ്റിച്ച് ആവശ്യത്തിന് ഗ്രേവി വേണ്ടുന്നതിനനുസരിച്ച് പറ്റിച്ചെടുക്കുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.